ഹായ് ഫ്രണ്ട്സ്, ഷിസ് പ്ലാന്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ താമര മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആമ്പൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ താമര മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ആമ്പൽ വേണ്ടവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണ്ട പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള പ്ലാന്റ്സ് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഒത്തിരി പേരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ പോലെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക കേട്ടോ. അതുപോലെ ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ പ്രൈസ്, പ്ലാന്റ്സ് അല്ല ട്യൂബേഴ്സായിട്ടാണ് അയക്കുന്നത് കേട്ടോ. അപ്പോൾ ട്യൂബേഴ്സിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 100, 150, 200 ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ എഴുതിയിടാം, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ആണ് നമ്മൾ കൊറിയർ അയക്കുള്ളൂ കേട്ടോ, വേറെയുള്ള ദിവസങ്ങളിൽ അയക്കില്ല. പിന്നെ നിങ്ങളിപ്പോൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞുള്ള ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ടും അയക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ സൺഡേക്കുള്ളിൽ ബുക്ക് ചെയ്താലാണ് നമുക്ക് ഈ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് നിങ്ങളെ പ്ലാന്റ് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് പ്രൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ട്യൂബറിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ടു മീഡിയം ആണ് കേട്ടോ. സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വെറൈറ്റീസ്, അതായത് ഇതിൽ മൈക്രോ വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്മോൾ ആയിരിക്കും, കാരണം അതിനൊന്നും ബിഗ് ട്യൂബേഴ്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ സൈസ് സ്മോൾ ആയിരിക്കും. സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ അതിന് 3 ഗ്രോയിങ് ടിപ്സൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സൈസ് സ്മോൾ എന്നേ ഉള്ളൂ, ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം വരുന്നതാണ് ട്രോപ്പിക്കൽ ആണോ എന്നുള്ളത്. ഒട്ടുമിക്ക താമരകളിലും പകുതിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽസ് അല്ല, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ട്രോപ്പിക്കൽസ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് പൂക്കൾ എല്ലാതും തരില്ല എന്നല്ല, ട്രോപ്പിക്കൽസ് മാത്രമേ തരുള്ളൂ എന്നല്ല കേട്ടോ. ഇതെല്ലാം എനിക്ക് വിരിഞ്ഞതാണ്. ചിലത് ഞാൻ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ചിലത് ഞാൻ ഫോട്ടോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാം തന്നെ എനിക്ക് പൂക്കൾ കിട്ടിയ വെറൈറ്റീസാണ്. ട്രോപ്പിക്കൽസ് ആൻഡ് സെമി ട്രോപ്പിക്കൽസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആർക്കെങ്കിലും കളക്ട് ചെയ്യുന്നവർക്ക് ഇനി ഹാർഡി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ വേറെ മെസ്സേജ് ചെയ്യുക, ഇതിലുണ്ടാവില്ല. ഇതിലുള്ളതെല്ലാം ഒരുവിധം ട്രോപ്പിക്കൽസ് സെമി ട്രോപ്പിക്കൽസ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ കാണിക്കുന്നതിൽ ഞാൻ പറഞ്ഞു മൈക്രോ ലോട്ടസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മൈക്രോ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ സൈസ് ചെറുതായിരിക്കും, അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ, പ്ലാന്റ് അല്ല ട്യൂബർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിൽ സാഫിന് എന്തെങ്കിലും മുക്കിയിട്ട് അതിനെ ഫ്രഷ് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പോട്ടിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ നടുന്ന രീതി ശരിയായിട്ടില്ലെങ്കിൽ ട്യൂബർ നശിച്ചു പോകും, അപ്പോൾ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നടുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. ആമ്പലും താമരയും 2 രീതിയിലാണ് നടുന്നത്. താമരയേക്കാളും സെൻസിറ്റീവാണ് ആമ്പൽ, കാരണം താമര നമ്മൾ ട്യൂബറാണ് നടുക. ആമ്പൽ നമ്മളെല്ലാവരും എനിക്ക് പൂവോട് കൂടി വേണം ചെടി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുക. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ ട്യൂബർ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നട്ടത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് തന്നെ നിങ്ങളെ പ്ലാന്റ് ഇങ്ങനെ അടിയിൽ നിന്ന് ചീല തുടങ്ങും. നിങ്ങളറിയില്ല, 2 ദിവസം കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ അത് പലർക്കും അറിയില്ല. ഇത് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പലിനെ കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. അവർക്ക് ഇതിൻ്റെ ട്യൂബർ എങ്ങനെയാണെന്നൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. ചില ആളുകളെ വിചാരം ആമ്പലും താമരയും ഒരുപോലെയാണ്, ട്യൂബർ ഉണ്ടാവാന്നൊക്കെയാണ്. ഞാനിത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാരണം ട്യൂബറിൻ്റെ സൈസ് എന്താണെന്ന് ഒന്നും അറിയുന്നില്ല. ആമ്പലിൻ്റെയും താമരൻ്റെയും വ്യത്യാസം പോലും അറിയാത്ത ആളുകളുണ്ട്. പൂവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താമര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പലാണോന്ന്, ആമ്പലിട്ട് കഴിഞ്ഞാൽ താമരയാണോന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അറിയാത്തവർ ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക കേട്ടോ. പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ ഇനിയും പ്രൈസ് എത്രയാണെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യരുത്, കാരണം ആൾറെഡി ഞാനിതിൽ ഓരോന്നിൻ്റെയും പ്രൈസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇനി ആമ്പൽ വേണ്ടവർ പ്ലാന്റ് വിത്ത് ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് അയക്കുള്ളൂ അങ്ങനെ. കാരണം കേരളത്തിന് പുറത്ത് നമ്മൾ ട്യൂബേഴ്സായിട്ടാണ് അയക്കുള്ളൂ. കാരണം പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെ മാക്സിമം അത് ഇരിക്കുള്ളൂ. അതിനുശേഷം ചിലപ്പോൾ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒരാഴ്ച എന്നില്ല, 3-4 ദിവസം അത്രേ ഉണ്ടാവുള്ളൂ പ്ലാന്റ് ഇരിക്കുക. അപ്പോൾ ട്യൂബേഴ്സ് ആകുമ്പോഴാണ് നമുക്കൊരു 15 ഡേയ്സ് വരെ അങ്ങനെ പ്ലാന്റ് നമുക്ക് ട്രാൻസിറ്റ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഔട്ട്സൈഡ് കേരള നമുക്ക് ഒരിക്കലും പ്ലാന്റ് ആയിട്ട് അയക്കാൻ പറ്റില്ല. ആമ്പലിൻ്റെ കാര്യമാണ് പറയുന്നത്. താമര ട്യൂബറാണ്. താമര ടബോട് കൂടി നമുക്ക് ഒരിക്കലും ഓൺലൈനായിട്ട് അയക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഓൺലൈൻ സെയിലാണ്. പേയ്മെൻറ്റ് ഗൂഗിൾ പേ, ഫോൺ പേ, പ്രീ പേയ്മെൻ്റ് ആണ്. ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്താലാണ് നമ്മൾ അയക്കുള്ളൂ. DTDC വഴിയാണ് അയക്കുന്നത്.
എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ക്യാഷ് ഓൺ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരോടും നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളത് ഇൻഫോം ചെയ്യുക, കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇൻഫോം ചെയ്യുക. ചില ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ പറയുന്നില്ല, നമുക്കിത് അറിയില്ല ആർക്കാണ് കിട്ടാത്തത്. ഒരാഴ്ച കഴിഞ്ഞും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ ഇൻഫോം ചെയ്യണം, കിട്ടിയിട്ടുണ്ടെങ്കിലും ഇൻഫോം ചെയ്യണം. എന്നാലാണ് നമുക്ക് നിങ്ങളെ ഫർദറായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പ്ലാന്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കിട്ടിയ സമയത്ത് എനിക്കൊരു ഫോട്ടോ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും എങ്ങനെയാണ് നടേണ്ടത് പറഞ്ഞു തരാനൊക്കെ നമുക്ക് പറ്റും. ഒത്തിരി മാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക്